ഹലോ ഹായ് വെൽക്കം ടു ക്രിസ്പർ ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഐസറിൽ ചോദിച്ച 2022 കെമിസ്ട്രിയുടെ 15 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിന്റെ ബാക്കിയുള്ള ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമ്മളെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹാലോആൽക്കൻ എന്ന് പറയുന്ന ചാപ്റ്ററിനാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറയണേ? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സോൾവെന്റ് വുഡ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിൽ ബി മാക്സിമം? അപ്പൊ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ ഏത് സോൾവെന്റിന്റെ പ്രസൻസിലാണ്? സോൾവെന്റ് ആയിട്ട് ഹെക്സൈന്, കാർബൺ ടെട്രാക്ലോറൈഡ്, ടെട്രാഹൈഡ്രോഫ്യൂറാന്, എത്തനോൾ എല്ലാം തന്നിട്ടുണ്ട്. ഏത് സോൾവെന്റ് പ്രസൻസിലാണ് ഈ റിയാക്ഷൻ അടിപൊളിയായിട്ട് നടക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻ. നോക്കടാ, റിയാക്ഷൻ എങ്ങനെയാ വരുന്നത്? നിങ്ങളുടെ കയ്യിൽ ഉള്ള മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് ആണ് അല്ലെ? ടെർഷറി ബെൻസൈൽ ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഒരു കാർബണിൽ മീഥൈൽ ഉണ്ട്, ഈഥൈൽ ഉണ്ട്, ഫിനൈൽ ഉണ്ട്. ഓക്കെ, അത് റിയാക്ട് ചെയ്യുന്നത് NaOH-മായിട്ടാണ്. അവിടുത്തെ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ആരായിരിക്കും? OH- ആയിരിക്കും. ന്യൂക്ലിയോഫൈൽ OH- ആണ്. ഓക്കെ, റിയാക്ഷന്റെ പ്രൊഡക്റ്റ് അവർ തന്നിട്ടുണ്ട്. അതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്നത്. എന്താ പ്രൊഡക്റ്റ് തന്നിട്ടുള്ളത്? അവിടെ ബ്രോമിൻ ഈസ് സിംപ്ലി റീപ്ലേസ്ഡ് ബൈ വാട്ട്? OH. ബ്രോമിൻ OH ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ആൻഡ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് നമുക്ക് രണ്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണുള്ളത്, SN1 ഉം SN2. പക്ഷെ ഈ മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് SN2 പാത്ത് എന്തായാലും ഫോളോ ചെയ്യില്ല. കാരണം SN2 പാത്ത് എന്ന് പറയുന്നത് ബാക്ക് സൈഡ് അറ്റാക്ക് ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഇത് SN1 പാത്ത് ആയിരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടാവുക. SN1 മെക്കാനിസം ആണെന്ന് ഞാൻ അതിന്റെ ഡിഗ്രി നോക്കി ഐഡന്റിഫൈ ചെയ്തു. ടെർഷറി ആയതുകൊണ്ട് SN1 ഞാൻ ഐഡന്റിഫൈ ചെയ്തു. എനിക്കറിയാം SN1 റിയാക്ഷൻസ് നന്നായിട്ട് നടക്കുന്ന സോൾവെന്റ് എന്ന് പറയുന്നത് പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആണ്. Polar Protic solvent, a solvent which can form hydrogen bond with the halide ion or hydrogen bond with the leaving group Br- or അതിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സോൾവെന്റ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പോളാർ പ്രോട്ടിക് സോൾവെന്റ്. പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആയിട്ട് നമുക്ക് സിംപ്ലി പോളാർ പ്രോട്ടിക് സോൾവെന്റിനെ എങ്ങനെ കൺസിഡർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിന്റെ കയ്യിൽ ഹൈഡ്രജൻ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആയിട്ട് പറയാം. ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എ പറയുന്നത് ഹെക്സൈൻ ആണ്. ഹെക്സൈൻ, ഇറ്റ്സ് ക്ലിയർ ദാറ്റ് കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളത്, നോൺ പോളാർ ആണ്. കാർബൺ ടെട്രാക്ലോറൈഡ് CCl4 അതിന്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയതുകൊണ്ട് അതും നോൺ പോളാർ ആണ്. ടെട്രാഹൈഡ്രോഫ്യൂറാൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സൈക്ലിക് ഈതർ ആണ്. ഓക്കെ, സൈക്ലിക് ഈതർ. അയാൾക്ക് സിംപ്ലി എന്താവാനേ പറ്റുള്ളൂ? പോളാർ ആയിട്ടുള്ള ഒരു സോൾവെന്റ് ആവാനേ പറ്റുള്ളൂ. പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആവാൻ പറ്റില്ല, കാരണം ഹൈഡ്രജൻ ഉള്ളത് കാർബണിലാണ്. ഹൈഡ്രജൻ ഓക്സിജനിലോ നൈട്രജനിലോ ഹാലജൻസിലൊക്കെ ആണെങ്കിലാണ് അവർക്ക് പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആവാൻ പറ്റുക. സോ ഐ വിൽ പ്രിഫർ ദ ഫോർത്ത് ഓപ്ഷൻ, എത്തനോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്തനോൾ എടുക്കാവുന്നേ ഉള്ളൂ. കാരണം എത്തനോൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്കറിയാം എത്തനോൾ അടിപൊളിയായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റും. ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്ന സോൾവെന്റിന്റെ പേരാണ് പോളാർ പ്രോട്ടിക് സോൾവെന്റ്. അതിന്റെ പ്രസൻസിലാണ് നല്ല രീതിയിൽ എന്ത് നടക്കുക? SN1 റിയാക്ഷൻ നടക്കുക. സോ ഞാൻ SN1 ഐഡന്റിഫൈ ചെയ്തു, പോളാർ പ്രോട്ടിക് സോൾവെന്റ് ഞാൻ എടുത്തു. ഓപ്ഷൻ ഡി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? കെമിക്കൽ കൈനറ്റിക്സ്. ഒരു റിയാക്ഷൻ പറയുന്നുണ്ട്, എ എന്തായിട്ട് മാറുന്നു? പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 എന്നാണ് അവർ പറയുന്നത്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്താ മക്കളെ? A0. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 എന്ന് അവർ പറയുന്നുണ്ട്. The successive half-life from A0 observed to be 40 minutes, 20 minutes, 10 minutes, and what fraction of A0 will remain after 45 minutes? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം നമ്മൾ അതിലൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സക്സസീവ് ഹാഫ് ലൈഫ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫോർ എന്താണ് ഈ സക്സസീവ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്? ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് A0 നിന്നാണ്. ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ എനിക്കറിയാം അത് അതിന്റെ പകുതിയാവും, ഫസ്റ്റ് ഹാഫ് ലൈഫ്. ഇനി ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ അത് അതിന്റെ വീണ്ടും പകുതിയാവും. അപ്പൊ A0/2 പകുതി എത്രയാടാ? A0/4. ഇനി ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ അതിന്റെ പകുതിയാവും. A0/4 പകുതി എത്രയാ? A0/8. ഇതിനെയാണ് നമ്മൾ സക്സസീവ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡന്റ് ആണ് ഹാഫ് ലൈഫ് പീരീഡ്. നിങ്ങൾ എത്ര ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എടുത്താലും ഹാഫ് ലൈഫ് പീരീഡ് സെയിം ആയിരിക്കും. അപ്പൊ ഇതൊരു ഫസ്റ്റ് ഓർഡർ മെക്കാനിസം ആണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് A0/2 ആവാനായിട്ട് എടുക്കുന്ന ഹാഫ് ലൈഫ് പീരീഡ് ക്വസ്റ്റ്യനിലൊക്കെ പറയുന്ന പോലെ 40 ആണെങ്കിൽ നെക്സ്റ്റ് വണ്ണും 40 ആയിരിക്കും. അതിന്റെ അടുത്തത് എന്തായിരിക്കും? 40 ആയിരിക്കും. ബിക്കോസ് വാട്ട് ആർ ബി ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, ഹാഫ് ലൈഫ് റിമെയിൻസ് വാട്ട്? സെയിം. അതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എന്നാൽ അതേസമയം ഇവർ പറയുന്നത് അങ്ങനെയല്ലല്ലോ.
ഫസ്റ്റ് ഹാഫ് ലൈഫിന് വന്നത് സക്സസീവ് ഹാഫ് ലൈഫ് പീരീഡ്സ് ആണ് 40, 20, 10 എന്ന് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റിന് വന്നത് 40 ആണ്, സെക്കൻഡിന് വന്നത് 20 ആണ്, തേർഡിന് വന്നത് 10 ആണ്. അപ്പൊ ഇതിനൊരു കാര്യം ക്ലിയർ ആണ്. ഇതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഞാൻ ഹാഫ് ആക്കി അല്ലേ, A0 നിന്ന് A0/2 ആയി എന്ന് പറഞ്ഞപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഹാഫ് ആയി. അപ്പൊ നോക്കിയേ ഹാഫ് ലൈഫ് പീരീഡ് എന്തായി മാറിയിട്ടുണ്ട്, ഹാഫ് ആയിട്ട്. എഗെയിൻ ഞാൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നോക്കടാ, ഹാഫ് ആക്കി. അപ്പൊ വീണ്ടും ഹാഫ് ലൈഫ് പീരീഡ് എന്തായിട്ടുണ്ട്, ഹാഫ് ആയിട്ടുണ്ട്. അപ്പൊ എപ്പോഴാണോ ഞാൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഹാഫ് ആക്കി മാറ്റുന്നത്, ഹാഫ് ലൈഫ് പീരീഡും ഹാഫ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹാഫ് ലൈഫ് പീരീഡ് എന്നർത്ഥം. അത് ഏത് ഓർഡർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർഡർ അല്ല, ഫസ്റ്റ് ഓർഡർ അല്ല, അത് സിംപ്ലി ഏത് ഓർഡർ ആണ്, സീറോ ഓർഡർ ആണ്. ഓക്കെ, സീറോ ഓർഡർ ആണ്. സീറോ ഓർഡറിന്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹാഫ് ലൈഫ് പീരീഡ് ഇസ് ഈക്വൽ ടു A0/2k. ഹാഫ് ലൈഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പൊ ഞാൻ ഈ തന്ന വാല്യൂയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടടാ എന്റെ ഇനീഷ്യൽ എന്റെ ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് സീറോ ഓർഡർ ആണ്. കാരണം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകുതി ആകും തോറും ഹാഫ് ലൈഫ് പീരീഡും കറക്റ്റ് ആയിട്ട് പകുതിയായി മാറുന്നുണ്ട്. ഇത്രയും മനസ്സിലാക്കി ഞാൻ എന്നോട് ചോദിച്ച ക്വസ്റ്റിനും കൂടെ ആൻസർ ചെയ്യാൻ പോവാണ്. എന്നോട് ചോദിച്ചു ഇത്രയേ ഉള്ളൂ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് A0 റിമൈൻസ് ആഫ്റ്റർ 45 minutes? അപ്പൊ ഫ്രാക്ഷൻ ഓഫ് A0 റിമൈൻസ് ചോദിച്ചാൽ എത്ര ബാക്കി ഉണ്ടാവും 45 മിനിറ്റിന് ശേഷം എന്ന് ചോദിച്ചാൽ, ഈ ബാക്കി ഉണ്ടാവുന്നതിന്റെ എമൗണ്ട് എത്രയെന്ന് ചോദിച്ചു, ഫ്രാക്ഷൻ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് അതിന് നമ്മൾ A എന്നാ പറയാ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ A0 എന്ന് പറയും, ബാക്കി വന്ന കോൺസെൻട്രേഷൻ നമ്മൾ A എന്ന് പറയും. T ടൈമിന് ശേഷം വന്ന കോൺസെൻട്രേഷൻ A എന്ന് പറയും, അല്ലെങ്കിൽ AT എന്ന് പറയും. ഓക്കെ, ഡിവൈഡഡ് ബൈ ബാക്കി വന്ന കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇതാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പെർസെന്റേജ് ആണ് ചോദിക്കണമെങ്കിൽ ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് AT ഡിവൈഡഡ് ബൈ A0 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യണം, കിട്ടണം. ഓക്കെ ആണല്ലോ. അപ്പോ എനിക്കറിയാം ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഞാൻ കൺസിഡർ ചെയ്യാണ്. ആരുടെ? സീറോ ഓർഡർ റിയാക്ഷൻ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താ മക്കളെ? K ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് ഫൈനൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ എന്താണ്, നമ്മുടെ ടൈമാണ്. ഇതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അപ്പോ എനിക്ക് ഇതിൽ ആക്ച്വലി കാണേണ്ടത് AT/A0 ആണല്ലോ. ഇതിന് അവർ പറയുന്നത് എനിക്ക് എന്റെ ടൈം 45 മിനിറ്റ് ആകുന്ന സമയത്തുണ്ടാവുന്ന AT/A0 ഇത് എത്രയാണെന്നാണ് എനിക്ക് ആക്ച്വലി കാണേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായി തരും. പക്ഷെ ഇതിനായിട്ട് കെയുടെ വാല്യൂ എന്താന്ന് കിട്ടിയാൽ മാത്രമേ ക്വസ്റ്റ്യൻ നടക്കുള്ളൂ, ആണല്ലോ. അപ്പൊ കെയുടെ വാല്യൂ കിട്ടാനായിട്ട് എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഹാഫ് ലൈഫ് പീരീഡ് അവർ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് കെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നുള്ളൂ. സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? A0/2k. അപ്പൊ അവർ പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്താ? ഹാഫ് ലൈഫ് പീരീഡ് 40 മിനിറ്റ്സ് എന്നാ പറയുന്നത്. 40 മിനിറ്റ്സ്. അപ്പോ 40 ഈക്വൽ ടു A0/2k. അവിടുന്ന് കെ എന്താ വരുന്നേ? കെ ഈസ് A0/2 into 40, അതായത് A0/80. ഇതാണ് കെ. ഓക്കെ, ഇത് വെച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ചെയ്ത് നോക്കാം. കെ എന്താ വരുന്നത്? A0/80. എന്റെ ഇക്വേഷൻ എന്താടാ? K ഈക്വൽ ടു A0 മൈനസ് 80 ഡിവൈഡ് ബൈ ടി. അപ്പൊ K ഈക്വൽ ടു A0/80 ഞാൻ കൊടുത്തു. A0 മൈനസ് 80 ഡിവൈഡഡ് ബൈ ദ ടൈം ഈസ് 45. മറക്കണ്ട, എനിക്ക് ആവശ്യമുള്ളത് AT/A0 ആണ്. AT/A0. അപ്പൊ അത് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ A0 താഴോട്ടേക്ക് ഇറക്കി 45 മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ 45/80 that's equal to A0 minus 80 divided by A0 എന്നായി. എനിക്ക് AT/A0 ആണല്ലോ വേണ്ടല്ലേ. അപ്പൊ ഞാനിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഞാനിതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ A0/A0 1 ആണ്, മൈനസ് AT/A0 എന്നായി മാറും. അപ്പൊ എനിക്ക് വേണ്ടത് AT/A0 ആണ്. അപ്പൊ AT/A0 ലെഫ്റ്റിലേക്ക് കൊടുത്തിട്ട് 45/80 റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോ എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AT/A0 ഈക്വൽ ടു 1 മൈനസ് 45/80. ഇതിനെ ഞാൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ 80 മൈനസ് 45 ഡിവൈഡ് ബൈ 80 എന്നായിട്ട് മാറും. ആൻഡ് ദാറ്റ് വിൽ ബി 35/80. 35/80 ഞാൻ 5 കൊണ്ട് എടുക്കുകയാണെങ്കിൽ എത്ര വരാം? 7 വരും, 20 വരും അല്ലെ. 80 എത്ര 5 ഉണ്ടാവും? 80 5ന്റെ എണ്ണം എന്ന് പറയുന്നത് 80 ഡിവൈഡ് ബൈ 5 20 അല്ല 60. ഓക്കെ, റെഡി. 7/16 ആണ് വരുന്നത് അല്ലെ. 7/16.
7/16 എനിക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 70/16 ആവും. 70/16 70-കകത്ത് 4 വരും. ബാക്കി ബാലൻസ് വരുന്നുണ്ടാവുക 6 ആണ് അല്ലെ. 60 ആവും. 60-കകത്ത് എത്ര 60 ഉണ്ടാവും? 4.33 സംതിങ്, ആ റേഞ്ചിൽ അങ്ങനെ പോകും. ഓക്കെ, അപ്പോ എത്രയാണ് 80/A0 എന്ന് പറയുന്നത്? എത്രയാണ് 80/A0 എന്ന് പറയുന്നത്? 80/A0 is 0.433, 0.44 എന്ന് പറയാം. അപ്പോ ഇനീഷ്യലിന്റെ 0.44% ബാക്കി ഉണ്ടായിരിക്കും. റെഡിയാണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടോ എടുക്കാൻ നോക്കി നോക്കാം. ഓപ്ഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യലിന്റെ 0.44 ബാക്കി ഉണ്ടായിരിക്കും. യെസ്, നമുക്ക് സി ഓപ്ഷൻ എടുക്കണം. സി ഓപ്ഷൻ. ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2022 പേപ്പറാണല്ലോ നമ്മൾ ചെയ്യണേ. നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതേ ഇന്റർഫേസിൽ ചെയ്തു നോക്കണം. 2017 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല ടെസ്റ്റുകളും ഫ്രീ ആണ്. ആൻഡ് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 20 മോക്ക് ടെസ്റ്റ് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ പോലെയുള്ള അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റും ഡീറ്റെയിൽഡ് സൊല്യൂഷനും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. 2023 മുൻപ് 2023 ശേഷം NCERT-കകത്തുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 12th ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്ററാണ് സോളിഡ് സ്റ്റേറ്റ്, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്യുന്ന അതിന്റെ ഡെൻസിറ്റി കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടായിരുന്നു. അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇനി വരുന്ന എക്സാമിനേഷൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. 2026-2027 എക്സാമിനേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിന്റെ കീ മാത്രം ജസ്റ്റ് പറയാണ്. ഇതിന്റെ കീ വരുന്നത് ഡി ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. മാച്ച് ദ കോംപ്ലക്സ് അയോൺ വിത്ത് കറക്റ്റ് ഒക്ടാഹെഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് പാരാമീറ്റേഴ്സ്. ഡെൽറ്റ ഒ, ഒക്ടാഹെഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഡെൽറ്റ ഒ വെച്ച് നമ്മൾ ഇതിനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്കറിയാവുന്ന 1-2 കാര്യങ്ങളാണ്. ഡെൽറ്റ ഒ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ്. ലിഗാൻഡിന്റെ സ്ട്രെങ്ത് കൂടുതലാവുകയാണെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കൂടുതലായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സെൻട്രൽ മെറ്റൽ. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് സെൻട്രൽ ആറ്റം. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ഡെൽറ്റ ഒ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഈ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുക. നമ്മൾ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് കൊബാൾട്ടിന്റെ ഒരു ഹെക്സാ കോർഡിനേറ്റഡ് കോംപ്ലക്സ് വാട്ടറുമായിട്ടുണ്ട്. കൊബാൾട്ടിന്റെ NH3 ഒരു എക്സാ കോർഡിനേറ്റഡ് കോംപ്ലക്സ് ഉണ്ട്. കൊബാൾട്ടിന്റെ വാട്ടറുമായിട്ടുള്ള എക്സാ കോർഡിനേറ്റഡ് കോംപ്ലക്സ് വൺസ് അഗെയിൻ ഉണ്ട്. പക്ഷെ വ്യത്യാസം സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ട്. കൊബാൾട്ടിന്റെ എത്തിലീൻ ഡയമീൻ എന്ന് പറയുന്ന കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡുമായിട്ടുള്ള കോംപ്ലക്സ് ഉണ്ട് 3+ സ്റ്റേറ്റിൽ. ഓക്കെ, അപ്പൊ സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ് നമ്മൾ ഈ പറയുന്ന ലിഗാൻഡ്സിനെ വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത് എത്തിലീൻ ഡയമീൻ ആണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് NH3, അത് കഴിഞ്ഞാണ് വാട്ടർ വരുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ സ്പെക്ട്രോകെമിക്കൽ സീരീസ്. ഓക്കെ, ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി വരുന്നുണ്ടാവുക +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള 3ാമത്തെ 4ാമത്തെ ആളുകൾക്കായിരിക്കും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നുണ്ടാവുക എത്തിലീൻ ഡയാമീൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ഡെൽറ്റ വരുന്നത് +3 നിൽക്കുന്ന 3ഉം 4ഉം എന്ന് പറയുന്നതിൽ തന്നെയുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എത്തിലീൻ ഡയാമീൻ 4th ആയിരിക്കും. അപ്പൊ ഏറ്റവും മാക്സിമം വരുന്നുണ്ടാവുക 4th ആയിരിക്കും. അപ്പോൾ 4th നമുക്ക് ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 2400 ഉണ്ട്, 18200 ഉണ്ട്, 9300 ഉണ്ട്, 10200 ഉണ്ട്. ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് 24000 ആണ്. അപ്പൊ 24000 നമുക്ക് ഏറ്റവും മാക്സിമം ആയിട്ടുള്ള 4ന് കൊടുക്കാം. അപ്പൊ 4ന് നമുക്ക് 1 കൊടുക്കാം. ഓക്കെ, റെഡി. പിന്നെ നമ്മുടെ 3 ആണ് സെക്കൻഡ് വൺ വരേണ്ടത്. അപ്പൊ 3 ആയിട്ട് നമുക്ക് ഏത് കൊടുക്കാം? 3ക്ക് നമുക്ക് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 2 കൊടുക്കാം. ഓക്കെ,
പിന്നെ നമുക്ക് ഏതൊക്കെ ഉണ്ടടാ, 1 ഉണ്ട് 2 ഉണ്ട്. 1ഉം 2ഉം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, അതിലുപരി NH3 ആണ് കുറച്ചുകൂടെ സ്ട്രോങ്. അപ്പൊ 2 ആയിരിക്കും പിന്നീട് അത്യാവശ്യം വാല്യൂ വരുന്നുണ്ടാവുക, 2നായിരിക്കും 4 വരുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും 1ന് നമ്മൾ കൊടുക്കുന്നത് 3 ആയിരിക്കും. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ മാച്ച് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻ അതിൻ്റെ അകത്ത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റെഡി? അങ്ങനെ ഒരു കോമ്പിനേഷൻ മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോ 1 എങ്ങനെയാ പറയണേ, 1 3 ആകണം, 2 എന്തായി മാറണം, 1 3 ആകണം, 2 എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത് 2 ആയിരിക്കണം. 1 എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്ന് പറഞ്ഞേ, 1 എന്ന് പറയുന്നത് 3 വരണം, 1 3 ആവണം. ഓക്കെ, 4 എന്ന് പറയുന്നത് 1 ആവണം, 1 3ഉം 4 1 ആവണം. അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുള്ളൂ. ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. ഓക്കെ ഓക്കെ, നമ്മുടെ 5th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A cup of hot coffee cools down spontaneously to room temperature because of entropy of system and entropy of surrounding of this because അതിന്റെ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ബ്രാക്കറ്റിൽ നമുക്ക് ഹിന്റ് തന്നിട്ടുണ്ട്, എസ് സിസ്റ്റം, എസ് സറൗണ്ടിങ് എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെയും സറൗണ്ടിങ്സിന്റെയും എൻട്രോപ്പി ആയിരിക്കും. ഇത് വളരെ ഈസി ആയിട്ടുള്ള, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് റിലേഷൻ ആയിരിക്കും, എന്തുകൊണ്ടായിരിക്കും ഈ പറയപ്പെടുന്ന ഹോട്ട് കോഫി സ്പോണ്ടേനിയസ് ആയിട്ട് റൂം ടെമ്പറേച്ചറിൽ കൂൾ ഡൗൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ട് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നുള്ളൂ. ഒരു ചൂടുള്ള കാപ്പി നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചൂടാറുന്നതിന്റെ റീസൺ സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്ങിലേക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. സിസ്റ്റത്തിന് ടെമ്പറേച്ചർ കൂടുതലും സറൗണ്ടിങ്ങിൽ ടെമ്പറേച്ചർ കുറവാണ്. സോ ഹീറ്റ് വിൽ ഫ്ലോ ഫ്രം ദ കോഫി ടു സറൗണ്ടിങ്. സോ സ്വാഭാവികമായിട്ടും അതിന്റെ ഹീറ്റ് കുറയുന്നു, ടെമ്പറേച്ചർ കുറയുന്നു, ചൂടാറുന്നു എന്നുള്ളതാണ് ഫിനോമിനൻ. സംഭവം ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇത്രേ പറയുന്നുള്ളൂ, ഫോർ എനി കൈൻഡ് ഓഫ് സ്പോണ്ടേനിയസ് പ്രോസസ് ടോട്ടൽ എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഈസ് വാട്ട്, കോൺസ്റ്റന്റ്. ഓക്കെ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താണ്, ഫോർ എനി spontaneous process ടോട്ടൽ എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് അല്ലേ. അപ്പോൾ ടോട്ടൽ എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഈസ് ഓൾവേസ് ഇൻക്രീസിങ് മീൻസ് എൻട്രോപ്പി ഓഫ് സിസ്റ്റം പ്ലസ് എൻട്രോപ്പി ഓഫ് സറൗണ്ടിങ്, ദിസ് ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എടുക്കാം. അത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് എൻട്രോപ്പി ഇൻക്രീസിങ്. അപ്പൊ നമുക്ക് ഏതെടുക്കാം, ഓപ്ഷൻ ബി പറയാൻ പറ്റും. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിക്ക് അകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു IUPAC നോമൻക്ലേച്ചറിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോ നമുക്ക് ആ മോളിക്യൂൾ ഒന്ന് വരക്കാം. മോളിക്യൂൾ എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8. ഓക്കെ, 8 പാരന്റ് ചെയിൻ വരുന്നത് അല്ലെ. ഓക്കെ, അതിൻ്റെ അകത്ത് തേർഡ് പൊസിഷനിൽ ഒരു മീത്തൈൽ, ഇവിടുന്ന് തേർഡ് പൊസിഷനിൽ ഒരു ഈഥൈൽ ഉണ്ട്. അപ്പോൾ ഒരു ഹൈഡ്രോകാർബൺ ഇതിന്റെ നോമൻക്ലേച്ചർ നമുക്ക് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് കൺസിഡർ ദ ലോങ്സ്റ്റ് ചെയിൻ. ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് ഈ ജംഗ്ഷനിൽ നോക്കുകയാണെങ്കിൽ ടോപ്പിലേക്ക് പോയാൽ ഒരു കാർബണും ലെഫ്റ്റിലേക്ക് പോയാൽ 2 കാർബൺ ഉണ്ട്. സോ ദിസ് ഇസ് വൺ ഓഫ് ദ എൻഡ്. ഈ ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ റൈറ്റിലേക്ക് പോയാൽ 2 കാർബൺ, താഴേക്ക് പോയാൽ 2 കാർബൺ. അപ്പോൾ ഏത് വേണേലും എൻഡായിട്ട് എടുക്കാം. ഞാൻ സ്ട്രൈറ്റ് ആൻഡ് എൻഡായിട്ട് എടുത്തു. അപ്പോൾ എന്റെ ചെയിന് കിട്ടി. ലെഫ്റ്റ് ടു റൈറ്റ് സ്ട്രേറ്റ് പോയാൽ മതി. ചെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ആണ്. ഇനി ബ്രാഞ്ചസിനെ ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ ഐഡന്റിഫൈ ചെയ്തു. സ്ട്രേറ്റ് ചെയിനിൽ കൺസിഡർ ചെയ്യപ്പെടാത്തതാണ് എന്റെ ബ്രാഞ്ചസ്. അത് ടോപ്പിൽ കിടക്കണം ഈതയിലും താഴെ കിടക്കുന്ന ഈതയിലുമാണ്. ശരി, ഇനി ഇതിന്റെ ഡയറക്ഷൻ ഞാൻ പ്രിഫർ ചെയ്യണം. ഞാൻ ഈ ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് മൂന്നാമത്തെ പൊസിഷനിൽ എനിക്ക് മീത്തൈൽ ബ്രാഞ്ചിനെ കാണാൻ പറ്റുന്നുണ്ട്. 4 5 6 ആറാമത്തെ പൊസിഷനിൽ എനിക്ക് ഈതൈൽ ബ്രാഞ്ചിനെയും കാണാൻ പറ്റുന്നുണ്ട്. സിമിലർലി ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന സമയത്ത് മൂന്നാമത്തെ പൊസിഷനിൽ എനിക്ക് ഈതൈൽ ബ്രാഞ്ചിനെ കാണാൻ പറ്റുന്നുണ്ട്. 3 4 5 6 സെയിം ആറാമത്തെ പൊസിഷനിൽ എനിക്ക് മീതൈൽ ബ്രാഞ്ചിനെയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഏത് ഡയറക്ഷനിൽ പോയാലും നമുക്ക് ഈ ബ്രാഞ്ചസിനെ പറയാൻ പറ്റുന്ന 2 നമ്പർ എന്ന് പറയുന്നത് 3 6 ആണ്. അപ്പൊ ബ്രാഞ്ചിന്റെ പൊസിഷൻ സെയിം ആണ്. ബ്രാഞ്ചിന്റെ പൊസിഷൻ സെയിം ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി. അപ്പോ ഏത് 3 6 ആണ് ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഈതയിലും 6 ഈതയിലും വരുന്നതാണ് ബെറ്റർ. ബിക്കോസ് ദ ലോക്ക് ആൻഡ് പൊസിഷൻസ് ആർ സെയിം. സോ യു ക്യാൻ കൺസിഡർ ദ ആൽഫബറ്റിക്കൽ പ്രയോറിറ്റി. അപ്പൊ ഞാൻ ഇതാ പ്രിഫർ ചെയ്യാൻ പോണേ. ഓക്കെ, 1 2 3 4 5
6, 7, 8. അപ്പോൾ 8 കാർബണുള്ള ഒക്ടൈനിന്റെ 3 ഈഥൈലും 6 മീഥൈലും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. സോ 3 ഈഥൈൽ 6 മീഥൈൽ ഒക്ടൈൻ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 3 ഈഥൈൽ 6 മീഥൈൽ ഒക്ടൈൻ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഓപ്ഷൻ നമുക്ക് ഏത് എടുക്കാം? ബി ഓപ്ഷൻ എടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഗെയിൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ട്. ആ മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹൈബ്രിഡൈസേഷൻ ഓഫ് C1, C2, C3, C4, 4 കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻസ്. ഓക്കെ, ശരി. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മക്കളെ, സിംപ്ലി ഹൈബ്രിഡൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോർമുല നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ എന്നുണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോർമുല നോക്കാം. ആ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുള്ള സിഗ്മ ബോണ്ട് പ്ലസ് ലോൺ പെയർ പ്ലസ് നെഗറ്റീവ് ചാർജ് ആഡ് ചെയ്താൽ മതി. സെൻട്രൽ ആറ്റത്തിന് ചുറ്റുള്ള സിഗ്മ ബോണ്ട് പ്ലസ് ലോൺ പെയർ പ്ലസ് നെഗറ്റീവ് ചാർജ് എടുക്കാം. ഇതെടുക്കുമ്പോൾ നിങ്ങൾക്ക് 2 കിട്ടുകയാണെങ്കിൽ നിങ്ങൾ SP ഹൈബ്രിഡൈസേഷനും, 3 കിട്ടുകയാണെങ്കിൽ SP2 ഹൈബ്രിഡൈസേഷനും, 4 കിട്ടുകയാണെങ്കിൽ SP3 ഹൈബ്രിഡൈസേഷനും പറഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ മോളിക്യൂൾ നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ മോളിക്യൂൾ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, അതില് നിങ്ങളോടായിട്ട് നമ്പർ ചെയ്ത് തന്നിട്ടുള്ളത് 1, 2, 3, 4 ഇത്രയും ആളുകളാണ്. അപ്പോൾ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൾറെഡി പല കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. സിംഗിൾ ബോണ്ട് ഹൈബ്രിഡൈസേഷൻ SP3 ആണ്, ഡബിൾ ബോണ്ട് ഹൈബ്രിഡൈസേഷൻ SP2 ആണ്, ട്രിപ്പിൾ ബോണ്ട് ഹൈബ്രിഡൈസേഷൻ SP ആണ്. ഈ 2 ഡബിൾ ബോണ്ട് ഒരു കാർബണിൽ വന്നു കഴിഞ്ഞാൽ SP ആണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഈ മെത്തഡ് യൂസ് ചെയ്താൽ മതി. എത്ര സിഗ്മ ബോണ്ട് ഉണ്ട് ഇതിന് ചുറ്റും? 3 സിഗ്മ ബോണ്ട്. ഇത് പൈ ബോണ്ടാ. പിന്നെ അവിടെ ലോൺ പെയറോ നെഗറ്റീവ് ചാർജോ ഇല്ല. അപ്പൊ 3 സിഗ്മ ബോണ്ട്, ലോൺ പെയർ ഇല്ല, നെഗറ്റീവ് ചാർജ് ഇല്ല. ഉത്തരം വന്നത് 3 ആണ്, SP2 ആണ്. സെക്കൻഡ് ആളെന്ന് നോക്കിയാൽ നിങ്ങൾ ആ സെക്കൻഡ് കാർബണിന് ചുറ്റും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും 2 സിഗ്മ ബോണ്ട് ഉണ്ട്. ടോപ്പില് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് 2 പൈ ബോണ്ട് ഉണ്ട്. പക്ഷെ 2 സിഗ്മ ബോണ്ടേ ഉള്ളൂ. ലോൺ പെയർ ഇല്ല, നെഗറ്റീവ് ചാർജ് ഇല്ല. സോ ദാറ്റ് മേ ഹാവ് ആൻ ഹൈബ്രിഡൈസേഷൻ SP. അപ്പൊ ഒരു കാർബണിന് ചുറ്റും 2 ഡബിൾ ബോണ്ട് എന്ന SP ഹൈബ്രിഡൈസേഷൻ വരും. തേർഡ് വൺ നോക്കിയാൽ നിങ്ങൾ ചുറ്റും ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടി ഇല്ലടാ. യെസ്, അവിടെ ഒരു ഹൈഡ്രജൻ കൂടി ഉണ്ട്. ഞാൻ മറന്നുപോയതാണ്. ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടി ഉണ്ട് മോളിക്യൂളിന്റെ. അപ്പൊ ചുറ്റും 3 സിഗ്മ ബോണ്ട് ആണ് ഉള്ളത്. 3 സിഗ്മ ബോണ്ട് ആണ്. പിന്നെ ഉള്ളത് 1 പൈ ബോണ്ട് ആണ്. അപ്പോൾ 3 + 0 + 0. സോ ഹൈബ്രിഡൈസേഷൻ SP2 ആണ് വരും. ലാസ്റ്റ് വണ്ണിൽ ആളെ നിങ്ങൾ നോക്കിയേ. ലാസ്റ്റ് വണ്ണിൽ ആളെ ഞാൻ ഹൈഡ്രജനും കൂടെ മാറ്റി കാണിക്കുകയാണേ. നോക്കിയടാ, ഫുള്ള് സിഗ്മ ബോണ്ടാ. 4 സിഗ്മ ബോണ്ടാ. അപ്പോൾ 4 + 0 + 0 SP3 വരും. ഓക്കെ, അപ്പോ സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആണെങ്കിൽ SP3 ആണെന്നും, ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആണെങ്കിൽ SP2 ആണെന്നും, ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആണെങ്കിൽ SP ആണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ 2 ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ഉണ്ടെങ്കിൽ അതും SP എന്നും കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ക്രോസ് ഒന്നും ചെയ്യാണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ റെസ്പെക്റ്റീവ് ഓർഡർ വരുന്നത് SP2, SP, SP2, SP3 എന്നാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, SP2 എങ്ങനെയാ വരുന്നത്? SP2, SP, SP2, SP3. പെർഫെക്റ്റ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ നമുക്ക് ഏത് സെലക്ട് ചെയ്യാം? ഡി സെലക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിക്കകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറയണേ? സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ഫോർ ദ റിയാക്ഷൻ ഫോളോയിങ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ടല്ലേ. എന്താ റിയാക്ഷൻ നോക്കാം. Ce4+ Mn2+ gives Ce3+ MnO4-. ഫാരഡ് കോൺസ്റ്റന്റ് ആണ് F എന്നും E0 സെല്ലും തന്നിട്ടുണ്ട്. എങ്കിൽ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ എന്താണെന്നാ പറയുന്നത്. ഈസി ക്വസ്റ്റ്യൻ നോക്കടാ. സ്റ്റാൻഡേർഡ് ഫ്രീ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് -NF E0 സെൽ ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. -NF E0 സെൽ. അപ്പൊ ഇത് F(E0) സെല്ലിൽ സം വാല്യൂ F(E0) സെല്ലിലാണ് ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കംപ്ലീറ്റ് കാണേണ്ട ആവശ്യമില്ല. N എന്താണെന്നുള്ളത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻവോൾവ്ഡ് ഇൻ ദ റിയാക്ഷൻ. അപ്പൊ നോക്കിയാൽ നിങ്ങൾ C4++ Mn2+ gives Ce3++ MnO4- എന്നുള്ളതാണല്ലോ റിയാക്ഷൻ. അതില് സീറിയത്തിന് റിഡക്ഷൻ നടക്കുമ്പോൾ 1 ഇലക്ട്രോൺ ആണ് കുറയണേ. മാംഗനീസിന് ഓക്സിഡേഷൻ നടക്കുമ്പോൾ 5 ഇലക്ട്രോൺ ആണ് കുറയുന്നത്. പക്ഷെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ കുറഞ്ഞതും കൂടിയതും സെയിം ആയിരിക്കണം. ഇത് റിഡോക്സ് റിയാക്ഷൻ അല്ലേ. എത്രണ്ണം വിട്ടുകൊടുത്തോ അത്ര തന്നെ വാങ്ങിക്കണം. അപ്പോൾ സീറിയം ഒരു 5 കൂടെ എന്ത് ചെയ്യും? വാങ്ങിക്കും. അങ്ങനെ ഇതായിരിക്കും എനിവേ ബാലൻസ്ഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെ? 5 Ce4+, 5 Ce3+ ആവും.
അപ്പോൾ 5 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന അതേ സമയം ഒരു Mn2 പ്ലസ് ഒരു Mn4 മൈനസ് ആയി മാറിയിട്ട് 5 ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, ലോസ് ചെയ്യും. എനിവേ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻവോൾവ് ഇൻ ദ റിയാക്ഷൻ ഇസ് 5. സോ ദ ഡെൽറ്റ G0 ഈസ് സിംപ്ലി -5FE0. ഓക്കെ, അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. -5FE0 സെൽ എന്ന് പറയും. റെഡിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ നോക്കിയേ. യെസ്, നമ്മുടെ സി ഓപ്ഷൻ അതാണ് മാച്ച് ആവുന്നത്. സി ഓപ്ഷൻ ആൻസർ ഓക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് തന്നിട്ടുണ്ട്. അതൊരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് PPL, അതൊരു ട്യൂബ് കണ്ടെയ്നിങ് സൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ്. താഴെ കുറച്ച് കൊട്ടേഷൻ കോംപ്ലക്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് നോക്കിയ നിങ്ങൾ അവിടെ ആക്ച്വലി പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ തന്നിട്ടുണ്ട് അല്ലെ. ആൽഫയാണ് പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നുണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഒരു ആംഗിളും അവിടെ റൊട്ടേറ്റ് ചെയ്തായിട്ട് കാണുന്നില്ല അല്ലെ. ഒരു ആംഗിളും റൊട്ടേറ്റ് ചെയ്തായിട്ട് കാണുന്നില്ല. നിങ്ങൾ അവിടെ നോക്കിയ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അത്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ത്രൂ എ സൊല്യൂഷൻ ഓഫ് ഫോളോയിങ് കോംപ്ലക്സ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. Which of them will show 0 value of alpha? അവിടെ ഒരു ആൽഫ വാല്യൂ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അത് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെക്സ്ട്രോ ഐസോമർ എന്നും, ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ലീവ് ഐസോമർ എന്നും, റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമർ എന്നും പറയും. എനി സിമെട്രി റീസൺ വന്നു കഴിഞ്ഞാൽ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പം നമ്മൾ അതിനെ മിസോമർ എന്നൊക്കെ പറയും, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്നൊക്കെ പറയും. അപ്പൊ ഇവർക്ക് വേണ്ടത് 0 വാല്യൂ ഓഫ് ആൽഫയാണ്. മീസോമർ ആണ്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരാള്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് അതിനെ സെലക്ട് ചെയ്യണം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് MAA ട്വൈസ് അല്ലെ, കൊബാൾട്ട് 2 എത്തിലീൻ ഡയമീനും Cl2 ആണുള്ളത്. അതിന്റെ സിസ് ഫോം ആണ് എന്നുള്ളത്. അയാൾ ഒപ്റ്റിക്കലി എന്താണ്, ആക്റ്റീവ് ആണ്. ബി എന്ന് പറയുന്നത് കൊബാൾട്ട് 3 എത്തിലീൻ ഡയമീനും ആണുള്ളത്. അയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. സി എന്ന് പറയുന്നത് കൊബാൾട്ടും 1 എത്തിലീൻ ഡയമീനും 2 NH3യും Cl2 ആണ് എന്നുള്ളത്. അയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അയാളുടെ സിസ് ഫോം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇത് സിസ് ഫോം ആണ്. ഡി എന്ന് പറയുന്നത് കൊബാൾട്ട് 2 എത്തിലീൻ ഡയമീനും Cl2. നമ്മുടെ ഒന്നാമത്തെ ആളുടെ സിസിന്റെ ട്രാൻസ് ആണ് തന്നിട്ടുള്ളത്. നിങ്ങൾ വളരെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. MAA ട്വൈസ് B2 എന്ന് പറയുന്ന ആളുടെ ട്രാൻസ്ഫോം ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. അപ്പൊ 0 വാല്യൂ വരണമെങ്കിൽ അയാൾ തന്നെ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്തൊക്കെയാ അവർ തന്നിട്ടുള്ളത്. എ ആയിട്ട് അവർ തന്നത് നോക്കടാ, COEN ട്വൈസ് Cl2. ഓക്കെ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കാം. MAA ട്വൈസ് B2 എന്ന് പറയുന്ന ആൾക്ക് സിസ് ഫോം ഉണ്ട്, ട്രാൻസ്ഫോം ഉണ്ട്. സിസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ട്രാൻസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. അപ്പോ എ എന്ന് പറയുന്നത് ഈ MAA ട്വൈസ് B2യുടെ സിസ് ഫോം ആണ്. ഡി എന്ന് പറയുന്നത് ഈ MAA ട്വൈസ് B2യുടെ ട്രാൻസ്ഫോം ആണ്. അപ്പൊ ഡി ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും, 0 വാല്യൂ ഓഫ് റൊട്ടേഷൻ ആയിരിക്കും. അതാണ് ആൻസർ. ഓക്കെ, ഇനി സി ആയിട്ട് അവർ തന്നത് ഏതാ മോളിക്യൂൾ ഏതാ തന്നെ, CO എത്തിലീൻ ഡയമീൻ NH3 ട്വൈസ് Cl2 അല്ലെ. അപ്പൊ ഇത് വരുന്ന കാറ്റഗറി MAA B2 C2 ആണ്. പിന്നെ സിസ് ഉണ്ട്, ട്രാൻസ് ഉണ്ട്, സിസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതാണ് സി ആയിട്ട് അവർ തന്നത്. അപ്പൊ അവർ സിസ് ഫോം ആണ് അവിടെ തന്നിട്ടുള്ളത് അല്ലെ. 2 Cl 2 NH3 90 ഡിഗ്രി നിൽക്കുന്ന സിസ് ഫോം ആണ് തന്നിട്ടുള്ളത്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും, 0 റൊട്ടേഷൻ കാണിക്കില്ല. ബി എന്താ മക്കളെ തന്നിട്ടുള്ളത്, ബി COEN ത്രൈസ് ആണ് തന്നിട്ടുള്ളത്. ഇത് MAA ത്രൈസ് ആണ്. ഇതിന് ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല എന്നും 2 ഒപ്റ്റിക്കൽ ഐസോമർ ഉണ്ടെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് 0 ഒപ്റ്റിക്കൽ റൊട്ടേഷൻ വരുന്നത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഡി ആയിരിക്കും. ഡി ഓപ്ഷൻ നമുക്ക് എടുക്കാം കേട്ടോ. ഡി ഓപ്ഷൻ എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10 നിങ്ങൾ നോക്കുക. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം യുവർ 11th P ബ്ലോക്ക് എലമെന്റ്സ്. എന്താ വരുന്നത്, നിങ്ങൾക്കറിയാം കാർബൺ എന്ന് പറയുന്ന ആള് വ്യത്യസ്ത അലോട്രോപ്പുകൾ കാണിക്കുന്നുണ്ട്. അതിൽ ഗ്രാഫൈറ്റ് ഉണ്ട്, ഫുള്ളറിൻ ഉണ്ട്, ഡയമണ്ട് ഉണ്ട്. ഡയമണ്ട് എന്ന് പറയുന്നതിൻ്റെ അകത്ത് സിംഗിൾ ബോണ്ടഡ് കാർബൺസ് ആണുള്ളത്. sp3 ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഡബിൾ ബോണ്ടഡ് കാർബൺസ് ആണുള്ളത്. ഫുള്ളറിൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്, കാർബൺ എന്തുണ്ട്, സിംഗിൾ ബോണ്ട് ഉണ്ട്. കാർബൺ ഡബിൾ ബോണ്ട് ആൻഡ് സിംഗിൾ ബോണ്ട് ആൾട്ടർനേറ്റ് റെസനേറ്റിംഗ് സ്ട്രക്ചർ ആയിട്ടാണ് വരുന്നത്. ഡബിൾ ബോണ്ടഡ് ഉണ്ട്, സിംഗിൾ ബോണ്ടഡ് ഉണ്ട്. റെഡി? ഇതിൽ പെന്റഗണൽ റിംഗ്സ് ഉണ്ട്, ഹെക്സഗണൽ റിംഗ്സ് ഉണ്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബക്മിനിസ്റ്റർ ഫുള്ളറിൻ C60 ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. NCERT ഡയറക്ട്ലി പറയുന്നുണ്ട് ഫുള്ളറിൻ എന്ന് പറയുന്നതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് യുവർ ഗ്രാഫൈറ്റ് ബെൻസീൻ ആണ്. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ടാണ് വരുന്നത്, റെസനേറ്റിംഗ് ആണ്. സോ ഓൾ കാർബൺ ഹാവ് sp2 ഹൈബ്രിഡൈസേഷൻ. പക്ഷെ 2
ബോണ്ടുകൾ ഉള്ളതുകൊണ്ട് ഡബിൾ ബോണ്ടിന്റെ ലെങ്ത് 1.38 ആങ്സ്ട്രോങ്ങും 1.38 ആങ്സ്ട്രോങ്ങും സിംഗിൾ ബോണ്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.43 ആങ്സ്ട്രോങ് ആണ് വരുന്നുണ്ടാവുക. ഇത് ഡയറക്റ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻസ് ഏതെടുക്കാൻ പറ്റും? ഓപ്ഷൻ നമുക്ക് നോക്കാം. നമ്മുടെ ഓപ്ഷൻ സി ഓപ്ഷനാണ് വരിക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ മിക്സ്ചർ ഓഫ് ടു സോൾവെന്റ് എം ആൻഡ് എൻ എക്സിബിറ്റ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗട്ട്സ് ലോ. അപ്പോൾ ഒരു സോൾവെന്റ് എമ്മും ഒരു സോൾവെന്റ് എന്നും ഉണ്ട്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട് റൗട്ട്സ് ലോ. ഇന്ററാക്ഷൻസ് അവര് മെൻഷൻ ചെയ്യുന്നത് എം ഇന്ററാക്ഷൻ, സോൾവെന്റ് ഇന്ററാക്ഷൻ, എൻ ഇന്ററാക്ഷൻ, സൊല്യൂട്ട് ഇന്ററാക്ഷൻ, എം ഇന്ററാക്ഷൻ, സൊല്യൂട്ട് ഇന്ററാക്ഷൻ. ഓക്കെ, കൈ എമ്മും കൈ എന്നും ഒക്കെ മോൾ ഫ്രാക്ഷൻ ഒക്കെയാന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ അവിടെ തന്നിട്ടുള്ളത്? ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെ. ഗ്രാഫ് കാണുമ്പോൾ ക്ലിയർ ആണ്, പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ക്വസ്റ്റ്യനിലും പറയുന്നുണ്ട് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. പോസിറ്റീവ് ഡീവിയേഷൻ ഐഡിയൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത്? സോൾവെന്റ് ഇന്ററാക്ഷൻ ഈസ് വെരി സിമിലർ ടു വാട്ട് സൊല്യൂട്ട് ഇന്ററാക്ഷൻ ഐഡിയൽ ആണെങ്കിൽ. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ സൊല്യൂട്ട് ഇന്ററാക്ഷനും സോൾവെന്റ് ഇന്ററാക്ഷനും കൂടുതലായിരിക്കും ആരെക്കാൾ? സൊല്യൂട്ട് ഇന്ററാക്ഷനേക്കാൾ. സോ എൻ ഇന്ററാക്ഷൻ interaction will be greater than what? NM interaction. So അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, ഡയറക്റ്റ് ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാം. MM and NN interaction is stronger than MN interaction. So D option perfectly matching ആണ്. നമുക്ക് അത് എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ പി ബ്ലോക്കിലൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിനോൺ ഫ്ലൂറൈഡ്സിന്റെ ഭാഗത്ത് പറയുന്നുണ്ട് സിനോൺ ഫ്ലൂറൈഡ്സ് ആർ ഗുഡ് ഫ്ലൂറൈഡ് ഡോണേഴ്സ്. ഓക്കെ, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ 15-16 ഗ്രൂപ്പുകളുടെ ഒക്കെ ഫ്ലൂറൈഡ്സ് വരികയാണെങ്കിൽ അതിലേക്ക് ഫ്ലൂറൈഡിനെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? XCF4 പറ്റും. മെറ്റൽ ഫ്ലൂറൈഡ്സ് ഫ്ലൂറൈഡിനെ അക്സെപ്റ്റ് ചെയ്യാനും ആർക്ക് പറ്റും? സിനോൺ ഫ്ലൂറൈഡ്സിന് പറ്റും. സിനോൺ ഫ്ലൂറൈഡ്സ് വിൽ ആക്ട് ലൈക്ക് എ ഫ്ലൂറൈഡ് ഡോണേഴ്സ് to hypervalent fluorides, and xenon fluorides will act like a fluoride acceptor from metallic fluoride എന്ന് NCERT പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. സിനോൺ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ആള് ആന്റിമോണി ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ആളും കൂടെ കണ്ടുമുട്ടുന്ന സമയത്ത് there will be a transfer of fluoride donor ആയിട്ട് ആക്ട് ചെയ്യും സിനോൺ ഫ്ലൂറൈഡ് എന്തിലേക്ക്? SbF5 അങ്ങനെയാണെങ്കിൽ അത് ഒരു F- പോയി കഴിഞ്ഞാൽ ഇത് XeF3+ കാറ്റിയോണും SbF6- ആനിയോണായിട്ട് മാറും. ഇതാണ് നിങ്ങളുടെ പിയും ക്യൂ. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻസ് അല്ല, ഇതിന്റെ ജോമെട്രിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ XeF3+ അല്ലെ, XeF3+ എന്ന് പറയുമ്പോൾ സെൻട്രൽ ആറ്റത്തിൽ ഇവിടെ ഇപ്പൊ എത്ര ഇലക്ട്രോൺ ഉള്ളത്? നോർമലി സെൻട്രൽ ആറ്റത്തിലെ സിനോൺ 8 ഇലക്ട്രോൺ ഉണ്ടാവുക, പക്ഷെ ഇവിടെ ഒരു ഇലക്ട്രോൺ പോയിട്ടുണ്ട്. അപ്പൊ 7 ഇലക്ട്രോൺ ഉള്ള Xe+ കയ്യിലുള്ള 7 ഇലക്ട്രോൺ ഉള്ള. അപ്പൊ Xe+ എത്ര ഇലക്ട്രോണാ? 7 ഇലക്ട്രോൺ. ആ 7 ഇലക്ട്രോണിൽ എത്ര ഇലക്ട്രോണാ ഫ്ലൂറിൻ കൊണ്ടുപോയിട്ടുള്ളത്? 3 എണ്ണം. അപ്പൊ 3 ബോണ്ട് പെയർ ആയിട്ടുണ്ട്, ബാക്കി 2 എണ്ണം ലോൺ പെയർ ആണ്. അപ്പൊ 3 ബോണ്ട് പെയറും 2 ലോൺ പെയർ ഉള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നിങ്ങളുടെ XeF3+ എന്ന് പറയുന്ന പി കാറ്റിയോൺ ഉള്ളത്. 3 ബോണ്ട് പെയർ 2 ലോൺ പെയർ ആണെങ്കിൽ അതിന് ട്രയാഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആണെന്നും ഷേപ്പ് T ഷേപ്പ് ആണെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. കെമിക്കൽ ബോണ്ടിങ്ങിലെ കണക്ഷൻ ആണ് വരുന്നത്. ഇനി SbF6- അവസ്ഥ എന്താ നോക്കാം. ആന്റിമോണി ഇസ് എ 15th ഗ്രൂപ്പ് എലമെന്റ്. അതിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് നോർമലി 5 ആയിരിക്കും. ആന്റിമോണിയുടെ 5 ആയിരിക്കും. പക്ഷെ ആന്റിമോണി F-മൈനസിലല്ലേ കിടക്കണം. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ 5 എന്നുള്ളതിലേക്ക് ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് 6 ഇലക്ട്രോൺ ആവും. അപ്പൊ ആന്റിമോണിക്ക് ചുറ്റും 6 ഇലക്ട്രോൺസ് ആണുള്ളത്. എത്ര? 6. അതില് 6ഉം ഫ്ലൂറിനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം 6 ഫ്ലൂറിൻ സറൗണ്ട് ചെയ്യുന്നുണ്ട്, ആനിയോണായി മാറും. അപ്പൊ 6ഉം ബോണ്ട് പെയർ ആണ്. ലോൺ പെയർ ആയിട്ട് വെക്കാൻ അവിടെ ആരുമില്ല. 6 ബോണ്ട് പെയറും 0 ലോൺ പെയറും ആണെങ്കിൽ യു മേ നോ ദ ജോമെട്രി ഈസ് കോൾഡ് ഒക്ടാഹെഡ്രൽ. അപ്പോ ബെൻഡ് അല്ലെങ്കിൽ T ഷേപ്പും ഒക്ടാഹെഡ്രലും ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന കാറ്റോന്റെയും ആനിയോന്റെയും എന്തെന്ന് പറയുന്നത് ജോമെട്രീസ് എന്ന് പറയുന്നത്. അപ്പോ പി ബ്ലോക്കിന്റെ അകത്ത് പറയുന്ന ഫ്ലൂറൈഡിന്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ ഇവിടെ ഉപയോഗിച്ചു. അതിലുപരി എനിക്ക് കെമിക്കൽ ബോണ്ടിങ് എന്ന് അറിയാവുന്ന ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ജോമെട്രി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ലോജിക്കും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ആയിട്ട് നമുക്ക് സി ഓപ്ഷൻ എടുക്കാം അല്ലെ. ഏത് ഓപ്ഷൻ എടുക്കാം? സി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 30. ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു സി ഡബിൾ ബോണ്ടോ കീറ്റോണും കാർബോക്സിലിക് ആസിഡും ഉള്ള ഒരു മോളിക്യൂൾ വന്നിട്ടുണ്ട്. ഒരു കീറ്റോ ആസിഡ് തന്നിട്ടുണ്ട്. അതിലേക്ക് സോഡിയം ബോറോഹൈഡ്രേറ്റ് എക്സസ് ഉപയോഗിച്ചിട്ടുണ്ട്, എന്നിട്ട് ഹൈഡ്രലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡും ചേർക്കുന്നുണ്ട്. എന്ത് റിയാക്ഷൻ നടക്കാൻ നോക്കാം. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ നോക്കടാ. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഒരു കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡിന്റെ അകത്ത് കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സോഡിയം ബോറോഹൈഡ്രേറ്റ് ഇൻ H3O+ എന്ന് പറയുന്ന റിയേജന്റ് അയാള് റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഈ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ആൽഡിഹൈഡിനെ കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റൂല? കാർബോക്സിലിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ LaLH4 ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഇവിടെയുള്ള കീറ്റോൺ റെഡ്യൂസ്ഡ് ആവും, ആസിഡ് റെഡ്യൂസ്ഡ് ആവില്ല. അപ്പൊ ഇതെന്തായിട്ട് മാറും? ആസിഡ് അങ്ങനെ നിൽക്കുന്നുണ്ടാവും, കീറ്റോൺ റെഡ്യൂസ് ആയിട്ട് ഒരു സെക്കൻഡറി ആൽക്കോളായി മാറും. സെക്കൻഡറി ആൽക്കോൾ. ഓക്കെ, സെക്കൻഡറി ആൽക്കോൾ. ഈ ഒരു കോമ്പൗണ്ട് ആണ് പിന്നീട് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഈ മോളിക്യൂളിന്റെ പ്രത്യേകത എന്താ? റിഡക്ഷൻ നടന്ന മോളിക്യൂളിന്റെ പ്രത്യേകത അതിൻ്റെ അകത്ത് ആൽക്കോളും ഉണ്ട്, ആസിഡും ഉണ്ട്. ആൽക്കോളും ആസിഡും സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വിധേയമാവുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? എങ്ങനെയാ? ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ അത് എസ്റ്ററിഫിക്കേഷന് വിധേയമായി മാറും. പഠിച്ചിട്ടില്ലേ? അപ്പോൾ ആൽക്കഹോളിൽ നിന്ന് എച്ചും കാർബോക്സിലിക് ആസിഡ് OH എടുത്തിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ROCOR എന്നായി മാറും. ഈ ഒരു റിയാക്ഷൻ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എസ്റ്ററിഫിക്കേഷൻ, റിഡക്ഷൻ ഫോളോഡ് ബൈ എസ്റ്ററിഫിക്കേഷൻ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ആൽക്കഹോളിൽ നിന്ന് എച്ചും കാർബോക്സിലിക് ആസിഡ് OHഉം പോയിട്ട് ഇത് ഇതിലേക്ക് കണക്റ്റഡ് ആയി മാറും. അത് അതിലേക്ക് കണക്റ്റഡ് ആയി മാറുമ്പോൾ 1 2 3 4 4 കാർബണും ഓക്സിജനും വരുന്ന ഒരു റിംഗ് ആയിട്ട് മാറും. എങ്ങനെയാ? 4 കാർബണും ഓക്സിജനും വരുന്ന റിംഗ്. 4 കാർബണും 1 2 3 4 ഓക്സിജൻ വരുന്ന റിംഗ്. അതിൽ ഒന്നാമത്തെ കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, കാണാൻ പറ്റുന്നില്ലേ? ഉണ്ട്. 4ാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇതായിരിക്കും മോളിക്യൂളിന്റെ സ്ട്രക്ചർ. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ചൂസ് ചെയ്യാമെന്നുള്ളതാണ്. പറഞ്ഞാൽ ക്ലിയർ ആണെന്ന് എഴുതും. അപ്പോ ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. 4 കാർബണും ഓക്സിജനും ഡബിൾ ബോണ്ട് വരണം. ഓക്കെ, ശരി, പെർഫെക്റ്റ് ആണ്. എ ഓപ്ഷൻ കറക്റ്റ് ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. വൺസ് അഗൈൻ ഓർഗാനിക് കെമിസ്ട്രി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഓയും ആറും ഈ സീക്വൻസ് ഓഫ് റിയാക്ഷനിൽ എന്താണെന്നുള്ളതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഓയും ആറും. അപ്പോ സീക്വൻസ് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. നോക്കടാ, സയനൈഡിനെ നമ്മൾ ആദ്യം സ്റ്റാനസ് ക്ലോറൈഡ് HCl ട്രീറ്റ് ചെയ്തിട്ട് ഹൈഡ്രലൈസ് ചെയ്യുന്നു. അപ്പൊ അത് സ്റ്റീഫൻസ് റിഡക്ഷൻ ആണ്. എന്നിട്ട് അതിലേക്ക് അപ്പോൾ സയനൈഡ് ഒരു കീറ്റോൺ ആയി മാറും. എന്നിട്ട് അതിലേക്ക് ഗ്രിഗ്നാട്രിയൻ നമ്മൾ ആഡ് ചെയ്യുന്നു, എന്നിട്ട് ഹൈഡ്രലൈസ് ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു സെക്കൻഡറി കീറ്റോൺ അല്ലേ, ടെർഷറി ആൽക്കോളായി മാറും. ഓക്കെ, സോറി, സയനൈഡ് നമ്മൾ SnCl to HCl ഹൈഡ്രലൈസ് ചെയ്യുന്ന സമയത്ത് സയനൈഡ് സ്റ്റീഫൻസ് റിഡക്ഷൻ നടന്ന ഒരു ആൽഡിഹൈഡ് ആയിട്ട് മാറും. ആൽഡിഹൈഡ് നമ്മൾ ഗ്രിഗ്നാട്രിയൻ ഹൈഡ്രലൈസ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡറി ആൽക്കോളായിട്ട് മാറും. സെക്കൻഡറി ആൽക്കോളിനെ CrO3 ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി ആൽക്കോൾ ഓക്സിഡൈസ് ചെയ്തിട്ട് കീറ്റോൺ ആയിട്ട് മാറും. ഓക്കെ, ഇനി അതിലെ നെക്സ്റ്റ് സീക്വൻസ് ആറിലേക്ക് എത്തിക്കുന്ന സീക്വൻസ് പോകുന്നത് ഒരു സയനൈഡ് കോംപ്ലക്സ് നമ്മൾ ആസിഡിക് ഹൈഡ്രലൈസ് ചെയ്യുന്നു. അപ്പോൾ അത് ആസിഡ് ആയിട്ട് മാറും. ആസിഡ് നമ്മൾ SOCl ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് നല്ല ബെസ്റ്റ് മെത്തേഡ് ആണ്. ബൈ പ്രൊഡക്റ്റ് എല്ലാം ഗ്യാസ് ആയി മാറുന്ന ആസിഡ് ക്ലോറൈഡ് ആയിട്ട് മാറും. ആസിഡ് ക്ലോറൈഡിന് നമ്മൾ ബെൻസീൻ അനൈഡ്രസ് ClCl റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ മാറും. നല്ല അടിപൊളി സീക്വൻസ് ആണ്. ഇതിൽ രണ്ടിൽ വരുന്ന ഓപ്ഷൻസ് ഏതാണ് സെലക്ട് ചെയ്യണം, ചെയ്ത് നോക്കാം. അപ്പോ നമ്മുടെ മോളിക്യൂള് ഫീനൈൽ മീഥൈൽ സയനൈഡ്, ഇതിന് ഞാൻ സ്റ്റീഫൻസ് റിഡക്ഷൻ നടത്തും. സ്റ്റീഫൻസ് റിഡക്ഷൻ നടത്തുന്ന സമയത്ത് CN എന്ന് പറയുന്നത് എന്തായിട്ട് മാറും മക്കളെ? CH ആയിട്ട് മാറും. ഓക്കെ, അതിനുശേഷം ഇതിലോട്ടേക്ക് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ് ആഡ് ചെയ്യുന്നത്. ഗ്രിഗ്നാർഡ് ഫോളോഡ് ബൈ ഹൈഡ്രലൈസിസ്. ഗ്രിഗ്നാർഡിയന്റും ഹൈഡ്രലൈസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടന്നിട്ട് ഓക്സിജനിലേക്ക് ഹൈഡ്രജൻ വരും, കാർബണിലേക്ക് ഗ്രിഗ്നാർഡിയന്റെ ആൽക്കൈൽ പാർട്ടും പോകും. സോ ദ മോളിക്യൂൾ വിൽ ബി PH CH2. എന്താ വന്നേ? ഓക്സിജനിലേക്ക് ആര് വന്നു? ഹൈഡ്രജൻ വന്നു. കാർബണിലേക്ക് ഗ്രിഗ്നാർഡിയന്റെ പാർട്ടും വന്നു. ഇപ്പൊ അതൊരു സെക്കൻഡറി ആൽക്കോളായി മാറി. ഇതിനെ നമ്മൾ CrO3 ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി ആൽക്കോൾ ഓക്സിഡൈസ് ചെയ്തിട്ട് അഥവാ 2 ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും? കീറ്റോൺ ആയിട്ട് മാറും. അപ്പോ PH
CH2 C ഡബിൾ ബോണ്ടോ PH9 മാറും. അപ്പൊ ഇതാണ് ഏത് മോളിക്യൂൾ എന്ന് പറയുന്നത്, O എന്ന് പറയുന്ന സീക്വൻസിലെ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെയാണ്, റിയാക്ഷൻ ഓക്കെയാണ്. സ്റ്റീഫൻസ് റിഡക്ഷൻ ഫോളോഡ് ബൈ ഗ്രിഗ്നാർഡിയന്റെ അഡീഷൻ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ, ദെൻ ഓക്സിഡേഷൻ. നെക്സ്റ്റ് നമുക്ക് R എന്ന് പറയുന്ന സീക്വൻസ് എങ്ങനെ മൂവ് ചെയ്ത് നോക്കാം. എഗെയിൻ ദ റിയാക്ടന്റ് ഇസ് സെയിം, PHCH2CN. നമ്മൾ അതിനെ അസിഡിക് ഹൈഡ്രോളിസ് ചെയ്തു. സയനൈഡിനെ അസിഡിക് ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് ആയിട്ട് മാറും, പാർഷ്യൽ ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ അമൈഡ് ആയിട്ട് മാറും. അപ്പൊ ഞാൻ അസിഡിക് ഹൈഡ്രോളിസ് ചെയ്തുകൊണ്ട് സയനൈഡ് എന്തായിട്ട് മാറി, കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറി. കാർബോക്സിലിക് ആസിഡിനെ നിങ്ങൾ ന്യൂക്ലിയോഫിലിക് ഡോണർ ആയിട്ടുള്ള SOCl2, ഹാലൈഡ് ഡോണർ ആയിട്ടുള്ള SOCl2മായി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അത് ആസിഡ് എന്നുള്ളത് ആസിഡ് ഹാലൈഡ് ആയിട്ട് മാറും. ഒരു ആസിഡ് ഹാലൈഡിനെ നിങ്ങൾ ബെൻസീൻ ഇൻ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് AlCl3യുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ നടക്കും. ഇങ്ങനെ ഒരു ഇലക്ട്രോഫൈൽ ഇവിടെ ജനറേറ്റ് ചെയ്യും. AlCl3Cl- എടുക്കും, PHCH2CO+ അവിടെ ഉണ്ടാവും. അത് ബെൻസീനിൽ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ബെൻസീനിലെ ഹെഡിലുള്ള H മാറിയിട്ട് ആര് വരുന്നതായിരിക്കും പറ, CO CH2 PH വരുന്നതായിരിക്കും. അപ്പോ R എന്ന് പറയുന്നത് ബെൻസീൻ, CO CH2 ബെൻസീൻ. ഇതെന്തായിരുന്നു, ഇതും ബെൻസീൻ CO CH2 ബെൻസീൻ. അപ്പൊ രണ്ടും സെയിമാ അല്ലേ, രണ്ടും സെയിമാ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാലോ, നോക്കടാ. ബെൻസീൻ CH2 CO ബെൻസീൻ. ഓക്കെ, അപ്പൊ ബോത്ത് രണ്ടും സെയിമാ, ബോത്ത് O and R ബെൻസീൻ CH2 CO PH. അപ്പൊ നമുക്ക് ബി ഓപ്ഷൻ എടുക്കാം, പെർഫെക്റ്റാ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഇലക്ട്രോൺ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എൻതാൽപി ചേഞ്ച് ΔH അസോസിയേറ്റഡ് വിത്ത് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ് പറയുന്നത്. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എൻതാൽപി ചേഞ്ചിന്റെ സൈൻ, എൻതാൽപി ചേഞ്ച് മാച്ച് ആവുന്ന ഏതാണെന്നാ പറയുന്നത്. ഓക്കെ, 16th ഗ്രൂപ്പാ പറയണല്ലേ. ശരി, നമുക്കൊന്ന് നോക്കി നോക്കാം. നിങ്ങൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി കാത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. 17th ഗ്രൂപ്പിലും 16th ഗ്രൂപ്പിലും എക്സെപ്ഷൻ പഠിച്ചില്ലേ. 17th ഗ്രൂപ്പിൽ ഏറ്റവും നെഗറ്റീവ് ആണെന്ന് പ്രതീക്ഷിക്കുന്ന ഫ്ലൂറിൻ ക്ലോറിനേക്കാൾ ലെസ് നെഗറ്റീവ് ആണ് ഡ്യൂ ടു ഇലക്ട്രോൺ റിപ്പൾഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. സിമിലർലി ഏറ്റവും നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ 16th ഗ്രൂപ്പിൽ പ്രതീക്ഷിക്കുന്ന ഓക്സിജൻ ഏറ്റവും ലെസ് നെഗറ്റീവ് ആണെന്നും ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള സൾഫർ ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സൾഫർ ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റീവ്, മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. അത് കഴിഞ്ഞ് സെലീനിയം, അത് കഴിഞ്ഞ് ടെലൂറിയം, അത് കഴിഞ്ഞ് പൊളോണിയം, അത് കഴിഞ്ഞാണ് ഓക്സിജൻ. അതൊക്കെ റീസൺ എന്താണ്, അഡീഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ വേസ്, ഇലക്ട്രോൺ റിപ്പൾഷൻ. ഇത് എല്ലാം ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. ഇനി O- ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ മോർ നെഗറ്റീവ് എന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അത് ഉള്ള ഫാമിലിയിൽ ഏറ്റവും ലെസ് നെഗറ്റീവ് ആണ്, സൾഫറിനേക്കാൾ കുറവാണ്. O- ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ് ഇലക്ട്രോൺ അബ്സോർപ്ഷൻ പ്രോസസ് ആയിരിക്കും, എൻഡോതെർമിക് ആയിരിക്കും. ഫോർ എനി സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ ആർ എൻഡോതെർമിക് എന്നാണ് പറയുന്നത്, ഡ്യൂ ടു ദ റിപ്പൾഷൻ ബിറ്റ്വീൻ ദ ഇനീഷ്യലി ആഡഡ് ഇലക്ട്രോൺ ആൻഡ് ദ സെക്കൻഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ S- ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താലും അത് എൻഡോതെർമിക് ആയിരിക്കും. അപ്പൊ O-S- പോസിറ്റീവ് ആയിരിക്കും. ഓക്സിജൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, സൾഫർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, പക്ഷേ റിപ്പൾഷൻ കാരണം ഓക്സിജൻ സൾഫറിനേക്കാൾ ലെസ് നെഗറ്റീവ് ആണ്. ഇതാണ് എന്റെ കോൺസെപ്റ്റ് അബൌട്ട് ദിസ്, എന്റെ ഐഡിയ അബൌട്ട് ദിസ് ടോപ്പിക്. ഇത് വെച്ച് ഞാൻ മാച്ച് ചെയ്യണം. അപ്പൊ ഏറ്റവും നെഗറ്റീവ് ആയിട്ട് രണ്ടാൾ നെഗറ്റീവ്, രണ്ടാൾ പോസിറ്റീവ്, നിങ്ങൾ ഓപ്ഷൻസിന്റെ തന്നിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. അപ്പൊ ഏറ്റവും നെഗറ്റീവ് ആയിട്ട് എനിക്ക് സൾഫർ ആണ് എടുക്കാൻ പറ്റും, ഓക്സിജൻ അല്ല. അപ്പൊ -201 ഞാൻ സൾഫറിന് എടുക്കാൻ പോവാം. അപ്പൊ 3 ഞാൻ 2 ആയിട്ട് എടുക്കാൻ പോവാം. ഓക്കെ, ഓക്സിജന് ഞാൻ നെഗറ്റീവ് വാല്യൂ കൊടുക്കുന്നുണ്ട്, പക്ഷെ ലെസ് നെഗറ്റീവ് ആയിട്ടുള്ള തേർഡ് വാല്യൂ കൊടുക്കാൻ പോകും. ഓക്കെ, ബാക്കി രണ്ടും പോസിറ്റീവ് ആയിരിക്കണം. ഇതാണ് ക്രൈറ്റീരിയ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ ക്രൈറ്റീരിയാസ്? ഞാൻ പറഞ്ഞ ക്രൈറ്റീരിയ 3 എന്തായിരിക്കണം, 2 ആയിരിക്കണം അല്ലെ. 3 എന്ന് പറയുന്നത് 2 ആയിരിക്കണം. 3 എന്ന് പറയുന്നത് 2 ആകണം. 3 ഷുഡ് ബി മാച്ചിങ് വിത്ത് 2. 1 ഷുഡ് ബി മാച്ചിങ് വിത്ത് 3 അല്ലെ. 1 3 ആകണം, 3 2 ആകണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 1 3 ആവുകയും 3 2 ആവുകയും ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ എടുക്കാം? ഓപ്ഷൻ 1 3 ആവുന്നുണ്ട്. ഓക്കെ, 3ന്റെ വാല്യൂ 2 ആവണം. 3ന്റെ വാല്യൂ 2 ആവണം. അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാ? സിയും ഡിയും. അങ്ങനെയാണെങ്കിൽ പിന്നീടുള്ളത്
ഒ മൈനസും ആരുമാണ്, എസ് മൈനസും ആണ്. രണ്ട് പോസിറ്റീവ് വാല്യൂസ് ആണ് അല്ലെ. രണ്ട് പോസിറ്റീവ് വാല്യൂസിൽ ഒരു കാര്യം ക്ലിയർ ആണ്, ഓക്സിജന്റെ സൈസ് കുറഞ്ഞുകൊണ്ട് തന്നെ ഓക്സിജനിലേക്ക് സെക്കൻഡ് ഇലക്ട്രോൺ വരുന്ന സമയത്ത് മോർ എന്തുണ്ടായിരിക്കും, റിപ്പൾഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ എനർജി എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒ മൈനസ് എന്ന് പറയുന്നത് മോർ ഇലക്ട്രോൺ എനർജി റിലീസ് ചെയ്യുന്ന ഏത് ഓപ്ഷൻ ആയിരിക്കും, 4 ആയിരിക്കും. ഓക്കെ, അപ്പോ 2, 4 ആയിരിക്കും വരുന്നുണ്ടാവുക. 2, 4 വരണം. അപ്പൊ നമുക്ക് സി ഓപ്ഷൻ പ്രിഫർ ചെയ്യാം. ഓക്കെ ഓക്കെ മക്കളെ, നമ്മൾ 2022 15 ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തു. അതിലൊരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മുടെ സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ബാക്കിയെല്ലാം നമ്മൾ റീസെന്റ് എക്സ്പെക്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് എല്ലാം നോർമൽ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ബാക്കിയുള്ള പേപ്പറും കൂടെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ള പേപ്പറുമായിട്ട് കാണാം. താങ്ക് യു.